തണ്ണീർമുക്കം പഞ്ചായത്ത് കമ്മിറ്റി യോഗം UDF അംഗങ്ങൾ ബഹിഷ്കരിച്ചു. കഴിഞ്ഞ 4 വർഷമായി പഞ്ചായത്തിൽ അനാസ്ഥയാണ് നടക്കുന്നതെന്ന് ആരോപിച്ചാണ് പദ്ധതി രൂപീകരണ യോഗം UDF അംഗങ്ങൾ ബഹിഷ്കരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക. സമരം സിന്ദാബാദ്. ഭരണസമിതിയുടെ അനാസ്ഥ മൂലം പഞ്ചായത്തിന്റെ മെയിൻ്റനൻസ് ഗ്രാന്റ് 1 കോടി രൂപ നഷ്ടപ്പെടുത്തിയെന്ന് UDF ആരോപിക്കുന്നു. പഞ്ചായത്തിലെ പ്രാദേശിക റോഡുകൾ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. LSG ആയിട്ട് ബന്ധപ്പെട്ട് ഒരു വർക്ക് എടുക്കാനും പോലും കോൺട്രാക്ടർമാർ തയ്യാറാവുന്നില്ല. അവരെ വിളിച്ച് സംസാരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവുന്നില്ല. അതോടൊപ്പം തന്നെ ഓരോ വാർഡിലും പഞ്ചായത്ത് മെമ്പർമാരിട്ടിരിക്കുന്ന റോഡുകൾ, ആ റോഡുകൾക്ക് MGNRISന്റെ ഫണ്ട് അനുവദിപ്പിച്ച ടെൻഡർ നടപടിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ തൊടു ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ആ വികസനത്തെ, ആ റോഡിൻ്റെ ടെൻഡറുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടയുന്ന ഒരു സമീപനമാണ് എടുത്തിരിക്കുന്നത്. ലൈഫ് ഭവന പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറിയിട്ട്, കായലിൽ നിന്ന് വെള്ളം കയറിയിട്ട് അതിനെതിരെ യാതൊരു നടപടിയെടുക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. വെള്ളിയാകുളം വികസന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നടപ്പിലാക്കേണ്ട പദ്ധതികൾ വട്ടപ്പുചി നിൽക്കുന്നു. ഒരു പദ്ധതി പോലും പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് പഞ്ചായത്തിലുള്ളത്. യാതൊരു ഉത്തരവാദിത്വമില്ലാത്തൊരു പഞ്ചായത്ത് ഭരണസമിതി, പഞ്ചായത്തിലെ ചില ജീവനക്കാരും കൂടെയുള്ള പരിപാടികളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ തമ്മിലുള്ള LDFന്റെ തന്നെ ചില നേതാക്കന്മാർ ഇവിടെ നിന്ന് അനധികൃതമായി ഇടപെട്ടുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയിൽ തന്നെ ഭരണസ്തംഭനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDFും ശക്തമായ സമരത്തിലേക്ക് വരും ദിവസങ്ങളിൽ പോകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ. പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് യോഗം ബഹിഷ്കരിച്ചത്. നേതാക്കളായ മാത്യു കൊല്ലേലിൻ, TT സാജു, P ജയ, തോമസ്, S ജയാമണി, KJ ഷീല, സജികുമാർ, PJ ഗ്രേസി തുടങ്ങിയവർ നേതൃത്വം നൽകി. വിൻമീഡിയ ചേർത്തല.